ഏകാക്ഷരത്തിലിതടങ്ങുന്ന സർവവുമിതാകാശ സൂക്ഷ്മതനു നാരായണായ നമഃ. നാരായണായ നമ നാരായണായ നമ നാരായണായ ഹരിനാമ കീർത്തനം. പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. വസ്തു ഒന്നേ ഉള്ളുവെങ്കിൽ ഈ വൈവിധ്യം എങ്ങനെ വന്നു? ദൃഷ്ടാന്തം ചൂണ്ടിക്കാണിച്ച് ഈ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ് അടുത്ത പദ്യത്തിൽ. ഢായങ്ങൾ ഗീതമിവ നാദപ്രയോഗമുടനേകശ്രുതിങ്കലൊരുമിക്കുന്ന പോലെ പരം ഏകാക്ഷരത്തിലിതടങ്ങുന്നു സർവവും ഇതാകാശ സൂക്ഷ്മതനു നാരായണായ നമഃ. ഠായങ്ങൾ സംഗീതത്തിലെ ഗമകങ്ങൾ. ഗീതമിവ രാഗം തന്നെ ആയിരിക്കുന്നതുപോലെയും നാദപ്രയോഗം വിവിധ തരത്തിലുള്ള നാദങ്ങളുടെ പ്രയോഗം ഏകശ്രുതിങ്കൽ ഒരേ സ്വരത്തിൽ ഒരുമിക്കുന്ന പോലെയും ഏകീഭവിക്കുന്നത് പോലെയും ഏകാക്ഷരത്തിൽ ഒരേ പരമാത്മാവിൽ ഇത് സർവവും ഇക്കാണുന്ന പ്രപഞ്ചം മുഴുവനും അടങ്ങുന്നു, ഉൾക്കൊണ്ട് നിൽക്കുന്നു. ആകാശ സൂക്ഷ്മതനു, ആ പരമാത്മാവാകട്ടെ ആകാശം പോലെ സൂക്ഷ്മരൂപിയാണ്. നാരായണായ നമഃ, നാരായണന് നമസ്കാരം. സംഗീതത്തിലെ ഗമകങ്ങൾ രാഗം തന്നെ ആയിരിക്കുന്നത് പോലെയും വിവിധ തരത്തിലുള്ള നാദങ്ങളുടെ പ്രയോഗം ഒരേ സ്വരത്തിൽ ഏകീഭവിക്കുന്നത് പോലെയും ഒരേ പരമാത്മാവിൽ ഇക്കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഉൾക്കൊണ്ടു നിൽക്കുന്നു. ആ പരമാത്മാവാകട്ടെ ആകാശം പോലെ സൂക്ഷ്മരൂപിയാണ്. നാരായണന് നമസ്കാരം. ഒന്നിൽ പലതാകാം. സംഗീതരാഗത്തിലെ പ്രത്യേക തരത്തിലുള്ള ചില ആലാപവിശേഷങ്ങളാണ് ഗമകങ്ങൾ. ഒരേ രാഗത്തിൽ ഭാവവൈവിധ്യം ദ്യോതിപ്പിക്കുന്നവയാണ് ഗമകങ്ങൾ. ഇങ്ങനെയുള്ള ഗമകങ്ങൾ ഒരു രാഗത്തിൽ ഉത്ഭവിക്കുകയും മറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവ ഒരേ രാഗത്തിൻ്റെ തന്നെ രൂപാന്തരങ്ങളാണെന്ന് പറയേണ്ടതില്ലല്ലോ. അതേവിധം തന്നെ സപ്തസ്വരങ്ങൾ എന്നറിയപ്പെടുന്ന സ രി ഗ മ പ ധ നി എന്നിവയിൽ ഓരോന്നും പലവിധ നാദ വൈവിധ്യത്തോടുകൂടി ആലപിക്കാവുന്നവയാണ്. അപ്പോൾ ഒരേ സ്വരത്തിൽ നിന്ന് തന്നെ അനേകതരം നാദങ്ങൾ ഉണ്ടാവുകയും മറയുകയും ചെയ്യുന്നു. ഒന്നിൽ വൈവിധ്യത്തോടുകൂടിയ നാമരൂപങ്ങൾ ഉണ്ടായി മറയാമെന്നുള്ളതിന് സംഗീതത്തിലെ ഈ രണ്ടു കാര്യങ്ങളും ഉത്തമ ദൃഷ്ടാന്തങ്ങളാണ്. അതുകൊണ്ട് ബോധരൂപനായ പരമാത്മാവിൽ നിന്നും വിവിധ ജഡനാമരൂപങ്ങളായി കാണപ്പെടുന്ന പ്രപഞ്ചം എങ്ങനെയുണ്ടായി എന്ന് ശങ്കിപ്പാനില്ല. ഒരേ രാഗത്തിൽ വിവിധ ഗമകങ്ങളെയും ഒരേ സ്വരത്തിൽ വിവിധ നാദങ്ങളെയും ഉണ്ടാക്കി ലയിപ്പിക്കാനുള്ള ശക്തി എങ്ങനെ ഒളിഞ്ഞിരിക്കുന്നുവോ അതുപോലെ ഇക്കാണുന്ന സകല ജഡനാമരൂപങ്ങളെയും ഉണ്ടാക്കി ലയിപ്പിക്കാനുള്ള ശക്തി പരമാത്മാവിൽ ഉണ്ടെന്ന് കാണേണ്ടതാണ്. അതുകൊണ്ട് വൈവിധ്യം നിറഞ്ഞ പ്രപഞ്ചം മുഴുവൻ അക്ഷരമായ പരമാത്മാവിൽ അടങ്ങുന്നു. ഇവിടെ ഏകാക്ഷരത്തിൽ അതടങ്ങുന്നു എന്ന ഭാഗം പരമാത്മപ്രതീകമായ ഓങ്കാരത്തിൽ അടങ്ങുന്നു എന്നും വ്യാഖ്യാനിക്കാവുന്നതാണ്. അന്തർമുഖമായി ഏകാഗ്രപ്പെടുന്ന സൂക്ഷ്മബുദ്ധിക്കു മാത്രമേ ശുദ്ധബോധസ്വരൂപമായ അതിനെ കണ്ടെത്താൻ കഴിയൂ എന്ന് താൽപ്പര്യം. പരമാത്മസ്വരൂപം ആകാശം പോലെ സൂക്ഷ്മമാണെങ്കിൽ അതിനെ കണ്ടെത്താനുള്ള മാർഗം എന്താണ്? ബുദ്ധിയെ അന്തർമുഖമാക്കി ഏകാഗ്രപ്പെടുത്താൻ അനുഷ്ഠിക്കേണ്ട സാധനകൾ എന്തൊക്കെയാണ്? ആ സാധനകൾ അനുഷ്ഠിച്ചാലുള്ള
ഫലമെന്താണ്? ഇത്തരം സന്ദേഹങ്ങൾക്കുള്ള സമാധാനമാണ് 42-ാം പദ്യം. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്. നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ